ഹലോ, കുഞ്ഞൂസ് ടിപ്സിൻ്റെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ അങ്ങോട്ട് തുടങ്ങാം. സ്കിപ്പ് ചെയ്യാതെ കാണുക. രാവിലത്തെ ഈ ഒരു കുളി അത് ശീലമായിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു പുഴയും ഈ ഒരു പ്രകൃതി, ഞാനും അമ്മയും അച്ഛനും കൂടെ നിങ്ങളും. ഇനി നമ്മൾ വെറുതെ സമയം കളയില്ല. അപ്പം നേരെ നമുക്ക് കണ്ട് പോവാം. എല്ലാം ഒരു മായാജാലം. കുളിക്കാൻ വരുമ്പം മാത്രമല്ല, ഈ ഒരു കെട്ട് ശീലമായിപ്പോയി ജീവിതത്തിൽ തന്നെ. പടുകൂട്ടാനുമായിട്ടുള്ള പടവെട്ടിൻ്റെ കെട്ട്, ഈ ഒരു കൂട്ടുകെട്ട്, ഞാനും അമ്മയും. നമ്മുടെ പുഴയിൽ മീൻ പിടിക്കണ തോണിക്കാർ, മീൻപിടുത്തക്കാർ, അവരെ തോണിയായിട്ട് കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരുപാട് കാക്കമാരാകണ് മീനിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു മീൻ ഉണ്ടോയെന്ന്. അപ്പം മീൻ കുറവാണെന്നാണ് പറഞ്ഞത്. ഞാൻ പണിയെടുക്കണ വീട്ടിലത്തെ കാക്ക ചോദിച്ചിരുന്നു മീൻ കിട്ടുകയാണെങ്കിൽ കൊണ്ടുവരുകൊണ്ടെന്ന്. ആ കാക്ക ഞാൻ വിളിച്ചു. അപ്പോൾ ആ കാക്കയ്ക്ക് ഇന്ന് കല്യാണമുണ്ട്, അതുകൊണ്ട് ഇന്ന് മീൻ വേണ്ട എന്ന് പറഞ്ഞു. എന്തായാലും നമ്മുടെ കാക്കമാർ തോണീൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇവിടുത്തെ വിശേഷം ആദ്യം നമുക്ക് കാണാം. ഒരു കോമ്പലക്ക് 250 രൂപ വെച്ചിട്ടാണ് ഇവർ മീൻ ഇവിടെ കൊടുക്കുന്നത്. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് പിടിക്കണത്. മാത്രമല്ല പുഴമീനാണ്, നല്ല ഫ്രഷ് മീനാണ്. അവരെത്രയാണോ പറയണത് ആ പൈസ കൊടുക്കുക, മോഹവില. ഇവിടെ വില പേശൽ ഇല്ലേ ഇല്ല. പുലർച്ചക്കൊരു 5 മണിയാകുമ്പം ഇറങ്ങിയതാണത്ര ഇവർ മീൻ പിടിക്കാൻ. എന്തായാലും ആവശ്യത്തിനുള്ള കച്ചവടം നടന്നിട്ടുണ്ട്. ഈ ഒരു കാഴ്ച കണ്ടില്ലേ? നമ്മുടെ വിഷയം ഇതല്ല, നമുക്ക് നമ്മളെ വിഷയത്തിലേക്ക് അങ്ങോട്ട് പോവാം. നമ്മളെ വിളിച്ച് ഉണർത്തുന്നത് ഇവരാണെങ്കിലും ഇവന്മാരാകണ വിട വായിക്കണ് നമ്മൾ തന്നെയാണ്. സത്യമല്ലത്? മനുഷ്യന്മാരാണ് ലോകത്തിലെ ഏറ്റവും വലിയ മടിയന്മാർ. ചെറിയൊരു പടുകൂട്ടാനാണ് കപ്പ. കഴിഞ്ഞ വർഷം നട്ട അവസാനത്തെ കപ്പയാണ്. ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ കളി. സത്യം പറഞ്ഞാൽ ഇനി ഇവിടെ ഒന്നും വിളവെടുക്കാനില്ല. ഇത് അവസാനത്തെ പടുകൂട്ടാനാണ്.
ഈ ഒരു വർഷത്തെ. അവിടെ മുറിഞ്ഞിട്ടാണ് മാന്തിയ ചെറിയ കൈമാലേ ചെറുത് മതി. അങ്ങനെ കഴിഞ്ഞ വർഷം നട്ട അവസാനത്തെ കപ്പി പറിച്ചെടുത്ത് ആകെ ഒരു കപ്പ മാത്രമേ കിട്ടിയുള്ളൂ ഈ ഒരു മരത്തുനിന്ന്. എന്തായാലും പടുകൂട്ടാനാകണം നമ്മൾ ഉഷാറാക്കി എടുക്കണം. ചേമ്പിന്താള് സത്യം പറയാം, ഇതാണ് ഒരു തട്ടി ഒപ്പിച്ചിട്ടുള്ള ഒരു പരിപാടി. ചേമ്പിൻ താള് മുറിച്ചെടുത്തപ്പോൾ അതിൽ ചേമ്പിൻ്റെ വിത്തുണ്ടോ എന്ന് നോക്കുകയാണ്. വിത്ത് പോയിട്ട് ഒരു പൂട പോലുമില്ല. പടുകൂട്ടാൻ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാലെന്നങ്ങോട്ട് തോന്നി മനസ്സിൽ. കറുത്ത കർമൂസ അതും പറയും. പിന്നൊരു ആശ്വാസം പോലെ ഇവളുള്ളപ്പോൾ എന്തിനാ നമ്മൾ പേടിക്കണത്? ഒരൊറ്റ ക്യാച്ച് നഷ്ടപ്പെട്ടാൽ മതി കളിയുടെ ഗതി തന്നെ മാറാൻ. പക്ഷെ നമ്മളിവിടെ ആക്കണ തക്ക സമയത്ത് ക്യാച്ച് ചെയ്തിട്ടുണ്ട്. ഉള്ളത് കൊണ്ട് ഓണം പോലെ ഇതാ പോണു നമ്മുടെ കാവത്ത്. ഇതിൻ്റെ സംവിധാനം ഞാനാണെങ്കിലും അഭിനയിക്കുന്ന വ്യക്തികൾ ഇവരാട്ടോ, ഇവരെ കൂടി. നമ്മുടെ കാവത്ത് ചെറിയൊരു കാവത്തട്ടത് ഉണ്ടോ? നമ്മുടെ മണ്ണിൽ കുഴിച്ചിട്ടാൽ നമ്മുടെ പന്നിക്കുട്ടന്മാരാകണ വെറുതെ ഇരിക്കില്ല. അത് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അമ്മ എന്താ ചെയ്തത്, ദേ ഇതുപോലത്തെ ചാക്കിൽ കുഴിച്ചിട്ടു. അത് ചോർത്ത പടുകൂട്ടാൻ്റെ കഥ ഇവിടെ തീർന്നു എന്ന് വിചാരിച്ചു. ചെറിയൊരു കാവത്ത്, പക്ഷെ വിട്ടുകൊടുക്കാൻ ഞാനമ്മയും തയ്യാറായില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്തായാലും കിട്ടിയ വിഭവങ്ങളെ കൂട്ടി എന്തായാലും വെക്കാനായിട്ട് തുടങ്ങി.
കഷ്ടപ്പാടിൻ്റെ വേദന അറിയാത്തവർ ഈ ഭൂമിയിൽ ചുരുക്കമായിരിക്കും. ഈ കൊടും ചൂടിൽ ഒരു തുള്ളി വെള്ളത്തിന് പോലും കൈനീട്ടുന്ന ആൾക്കാരൊന്നും ആലോചിച്ച് നോക്കി. അപ്പോഴറിയാം കഷ്ടപ്പാടിൻ്റെ വേദന എന്താണ്. കണ്ടങ്ങൾ നമ്മളമ്മ ഉണ്ടാക്കണ പടുകൂട്ടാൻ്റെ ഒരു ചുറുക്ക്. സൂപ്പർ. ഓരോ ഭാഗത്തുനിന്ന് ഓരോ ഷോട്ട്. ഈ ഒരു സമയത്താണ് നമ്മളെ ചിന്നുമോള് ഒരു ചക്കൻ്റെ പാതിയായിട്ട് വീട്ടിൽ വന്ന് കയറണത്. അമ്മ അങ്ങോട്ട് കാണല്ലോ, നമുക്ക് വല്ലാത്തൊരു സന്തോഷം. എടോ ഒരു ഹായ് പറഞ്ഞ. ഓക്കെ, ഒരു ഹായ് പറഞ്ഞ് ചിന്നുമോള് പോയി. പക്ഷെ അമ്മക്കൊരു സംശയം, ഇനിയിപ്പോൾ പടുകൂട്ട ഉണ്ടാക്കണോ അതോ ചക്കക്കൂട്ട ഉണ്ടാക്കണോ എന്ന്. എന്തായാലും നമ്മൾ ചക്ക തൽക്കാലം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചക്കക്കൂട്ട പിന്നെ ഒരു ദിവസം നമുക്ക് ഉണ്ടാക്കാം. എന്തായാലും വിളവെടുത്തുകൊണ്ടുള്ള പടുകൂട്ടാൻ ഇവിടെ തീരുകയാണ്. ഇനിയിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് വേണം. പറിച്ചെടുത്ത സാധനങ്ങളൊക്കെ അമ്മ അതാത് സ്ഥലത്ത് തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഉണ്ടാവണം. ഇതിങ്ങനെ പച്ചപ്പുണ്ടല്ലോ. മതിയില്ലേ? ഇന്ന് ഞായറാഴ്ച ആകണ അമ്മൻ്റെ കൂടെ അങ്ങോട്ട് കൂടി ഇതൊന്ന് വിളിച്ചാണ്. കട്ടായി ആടില്ല. കണ്ടോ? സത്യം പറയുന്നത് ഇതായിരുമ്പോ രസമാണ്. കണ്ടോ ചേമ്പുന്നാള് അമ്മ അരിയുന്ന. അപ്പം ഞാൻ വല്ല വാങ്ങിയതാണ്. ഇത്രയും പരിപാടി എന്താ സുഖം. കൈ പോണ നോക്കണം. ഇതാണ്ട് കഴിച്ചാണ്ടല്ലോ. കൈ പറയുമ്പോ പോരെ. ഇനി ഞാൻ നന്നാക്കാം. അത് മതി കൂട്ടാൻ. ഇതുണ്ട് ഇതിലുണ്ട് നന്നാക്കണ്ട. ഇത് ചേമ്പും കൂടി 2 മുൻപോട്ട് ഞാനാ ഉണ്ടെങ്കിൽ ആ കൊടുക്കരുത് കൊള്ളാത്ത. ഇത് നോക്കിക്കോട്ടെ. ചക്ക കൂട്ടാൻ വെക്കാൻ കൂടിയില്ല. ഇതൊന്നും കൂട്ടാൻ പറ്റാം. പൊടിയിൽ നല്ല പൊടിൻ്റെ മീശ താടി മുടിയൊക്കെ വെട്ടിയിട്ടുണ്ട്. കാരണം ഇതാണ് കോല്. അപ്പം ഇതും അടിച്ചു, മീശ വെട്ടി, മുടിയൊക്കെ വെട്ടിയിട്ടുണ്ട്. ചെറുക്കി ഹായ് നേരെ നോക്കി ഹായ് ഹായ് എന്ന് പറഞ്ഞു. ഹായ്. കിട്ടിയ വിഭവങ്ങളൊക്കെ കുത്തിയരിഞ്ഞ് നമ്മൾ ചട്ടിയിലാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി മൺചട്ടിയിൽ.
ഇനിയാണ് പാചകം. നമ്മുടെ പൊന്നു വിളയണ അടുക്കളയ്ക്ക് നമ്മളവിടെ കയറി. ഇനി പറയണ്ടല്ലോ, ഇനിയാണ് വരാൻ പോണ പൂരത്തിൻ്റെ തുടക്കം. കണ്ടോളി, കരി പുരണ്ട നമ്മുടെ CFL ബൾബ് അങ്ങോട്ട് തെളിഞ്ഞു. കത്തി ജ്വലിച്ച് നിൽക്കണ നമ്മുടെ സൂര്യൻ്റെ വെളിച്ചം പോരാഞ്ഞിട്ടാണ് നമ്മുടെ 20 വാട്ട്സിൻ്റെ ബൾബ് കത്തിച്ചത്. കൂട്ടിന് വിളക്ക് നമ്മൾ കത്തിച്ചത് അടുപ്പിൽ തീ കൂട്ടാൻ വേണ്ടിട്ടോ. അങ്ങനെ നമ്മുടെ അടുപ്പിൽ അമ്മ അവസാനത്തെ പടുകൂട്ടാൻ്റെ തീയും കത്തിച്ചു, വിറകിട്ടു. ഇനി നമുക്കത് അടുപ്പത്ത് കൊണ്ട് വെക്കാം. എപ്പോഴും ചട്ടിയിൽ ചാട റെഡിയായി നിൽക്കുന്ന ഇവരും കട്ടക്കിട്ട് നമ്മുടെ കൊട്ടക്കയിലും തള്ളക്കയിലും ഒരു ചായ കഞ്ഞി ഉണ്ടാക്കിയാൽ ചാട റെഡിയായി നിൽക്കുകയാണ്. കടലാണ് ഉണക്കമീനിടണ നമ്മുടെ പച്ചക്കൊട്ട ഇവന്മാരോട് പുന്നാരം പറഞ്ഞ് നിൽക്കുകയാണ്. തൊട്ടടുത്ത് നമ്മളെ ഓയിലാശാനും പഞ്ചാരക്കുട്ടനും നിൽപ്പുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ, വയറ് നിറച്ച് അങ്ങനെ നിൽപ്പുണ്ട് ഓരോരുത്തരും വരിയായിട്ട്. ഇവന്മാർക്ക് വിശന്ന ആപ്പ കിട്ടണം. ഇവന്മാരുടെ വിശപ്പ് മാറ്റിയാലേ നമ്മുടെ ദാഹം തീരുള്ളൂ. ഇത്രയും കാഴ്ചകൾ നിങ്ങൾ കണ്ടില്ലേ. ഇനി നമുക്ക് മറ്റൊരു കാഴ്ച കൂടി കാണാം. നമ്മൾ ഈ പടുകൂട്ടാൻ ഇടാൻ വേണ്ടിയിട്ട് മറ്റൊരുത്തനും കൂടി ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങോട്ടുള്ള യാത്രയാണ്. മത്തൻ്റെ പറിക്കാൻ പോകും. പുഴയിലെത്തണം. നമ്മളെ വളച്ചിട്ടിലാണ് എത്തിയത്. കക്ഷി മറ്റൊരുമില്ല, നമ്മുടെ മത്തനില്ല. അതിന്ന് പടുകൂട്ടാലിട്ട് വെക്കാനുള്ള പരിപാടിയാണ്. നിങ്ങളിങ്ങനെ ഇല വെച്ചിട്ട് കൂട്ടാനുണ്ടാക്കണമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ആ ഒരു കാഴ്ച കാണാം. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ നമ്മളങ്ങനെ പുഴയിലെത്തിയിട്ടുണ്ട്. നല്ല വെയിലുണ്ട്, അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ഇവിടെ മത്തൻ്റെ ഇല അത് പറിക്കാൻ വന്നതാണ്. കുറച്ചൊക്കെ പറിക്കാൻ പറ്റാത്തതാണ്, എന്നാലും പറിച്ചെടുക്കുക. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഈ വീഡിയോ ഞായറാഴ്ച എടുത്താണ്, കഴിഞ്ഞ ഞായറാഴ്ച.
എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാറില്ല പലപ്പോഴും. കണ്ടില്ല നിങ്ങൾ ഈ കൊടും ചൂടിൽ നമ്മുടെ ഈ പുഴേനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാക്കക്കൂട്ടകളെ. ചൂടിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഇവന്മാർ എപ്പോഴും കുളിയാണ് പുഴയിൽ. ഇവന്മാരുടെ കുളി കണ്ടാൽ നമ്മൾ പോലും ചിന്തിച്ചു പോകും, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ. ചൂടിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി മാത്രം. ശരിയല്ലേ ആ ഒരു കുളി? ഇതുണ്ടാങ്ങള് എല്ലായിടത്തും കൃഷിയാണ്, കൃഷിയിടങ്ങൾ. ചക്കരക്കിഴങ്ങുണ്ട്, ഇത് ഇലകളാണ്. ഇവിടൊക്കെ എല്ലായിടത്തും വേലി പോലെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതെന്താ അറിയോ? പന്നിക്കൂട്ടം വന്ന് ആക്രമിക്കുമെന്ന് കരുതിയിട്ടാണ്. അവരുടെ വിശപ്പ് അകറ്റാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് മറ്റൊന്നാണ്. ഈ പന്നികളില്ലേ, പന്നികൾ അവർ തിന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്. വെള്ള കവറാക്കണേ, ഇതിൻ്റെ മുകളിൽ കുത്തിവെക്കുക. ഇതേപോലെ ചെയ്യും. ചീര, പച്ച ചീര. അങ്ങനെ നമ്മൾ നമ്മുടെ മത്തൻ്റെ ഇലൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇല ഇവിടുന്ന് പറിച്ചെടുക്കുക. എന്ത് പറയാനാ, ഒരു കള്ളക്കടത്ത്. മത്തൻ്റെ ഇല കക്കാണ്, അത്രമാത്രം കരുതിയാൽ മതി. ഇതിൻ്റെ ഉടമസ്ഥനെ കണ്ട എന്നെ കൊല്ലും കേട്ടോ, തച്ചു കൊല്ലും. ദൈവമേ രക്ഷിക്കണേ. അനുവാദം ചോദിക്കാതെ പറിച്ചതിന് മാപ്പ് ചോദിക്കുന്നു. മഴക്കാലം കഴിഞ്ഞുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ ഒരു കൃഷി. എന്ത് കുഴിച്ചിട്ടാലും ഇവിടെ മുളക്കൂട്ടോ. അതാണ് ഈ മണ്ണിൻ്റെ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ പുഴയിൽ കൃഷി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്കൊരു ഹരം പിടിച്ചൊരു കാര്യം തന്നെയാണ്. മഴ ഒഴിഞ്ഞാൽ കൈക്കോട്ടും കത്തിയും ആയിട്ടങ്ങോട്ട് ഇറങ്ങും. ഞാനും ഒരു വർഷം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. കപ്പ, പയർ, ചീര, മത്തൻ, കുമ്പളം, ചിരങ്ങ, വെണ്ട, എന്തിനു പറയാം, തണ്ണിമത്ത വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അധ്വാനിക്കണ ഇവർക്കെല്ലാവർക്കും കുഞ്ഞൂസ് ടിപ്സിൻ്റെ വക ഒരു സല്യൂട്ട്. ആണ് ആവശ്യത്തിനുള്ള മത്തൻ്റെ ഇല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളാക്കണ പടുകൂട്ടാൻ കഴിക്കുള്ളതാണ്. ചെന്നിട്ട് വേണം കഴിക്കുക, വിശക്കുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ വെച്ച് കാണാം. ഓക്കെ. ഞായറാഴ്ച അവധി ദിവസമായതുകൊണ്ട് ഒരു ഫാമിലി നമ്മുടെ പുഴ കാണാൻ വന്നതാണ്. കാക്കകളും മറ്റും ബഹളം വെക്കുന്നുണ്ട്. നമുക്ക് സമയമില്ല, നേരെ വെച്ച് പിടിക്കുക വീട്ടിൽ. ഇത് കണ്ടങ്ങൾ കാക്കകൾ പറന്നിരിക്കുന്ന മരമാണ്. ഒരു ഇല പോലും ഇല്ല, അത്രയും ചൂടായതുകൊണ്ട് ഇലക്ക് പൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവന്മാരെ കാര്യം പിന്നെ നോക്കണ്ട, നമ്മൾ പട്ടിണിയാണെങ്കിലും
ഇവരെ നമ്മൾ പട്ടിണിക്ക് ഇരുത്താറില്ല. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് പോവുകയാണ്. മത്തൻ്റെ ഇല പിച്ചെടുത്തിട്ടുണ്ട്. ആ കാഴ്ച നിങ്ങൾ മനോഹരമായിട്ട് തന്നെ കണ്ടു. ഇത് നമ്മൾ വേവായ നമ്മുടെ കൂട്ടാനിലേക്ക് ഇങ്ങോട്ട് ഇടുകയാണ്. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഇനി അടുത്തൊരു വിളവെടുപ്പ് ഉണ്ടാണ വരെ പടുകൂട്ടാൻ ഉണ്ടാവില്ല. ഇത് ഈ ഒരു എപ്പിസോഡ് ഈ വർഷത്തെ അവസാനത്തെയാണ്. അങ്ങനെ അമ്മ നമ്മുടെ കറുത്ത മൺചട്ടിയിൽ മത്തൻ്റെ ഇല ഇട്ടു. ഇനി അതൊന്ന് നന്നാക്കി ഒന്ന് ഇളക്കിയെടുക്കണം. കാണാം ആ ഒരു കാഴ്ച. കുറച്ച് തേങ്ങ ചെരുവെടുത്തിട്ടുണ്ട്. അത് മിക്സിയിലിട്ടൊന്ന് ആട്ടിയിട്ട് അതിലേക്കൊന്ന് ഒഴിക്കണം. മതി കൂട്ടാനോ ഇതിൻ്റെ ചേരുവകളെന്ന് പറയാൻ മാത്രമൊന്നുമില്ല. പടുകൂട്ടൻ ഉണ്ടാക്കാനുള്ള വിഭവങ്ങളും പിന്നെ നമ്മുടെ തേങ്ങ അരിച്ചത്, വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, കടുക്. ആ ദൃശ്യം ഒന്ന് കാണാം. വെളിച്ചെണ്ണയിൽ കടുക് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അത് പത്തലേക്കാണ് ചട്ടകം കൊണ്ടാക്കാൻ. ചട്ടകം വെച്ചാണ് ചട്ടകം വെച്ചാണ് എൻ്റെ മുകളിൽ. ഇതുപോലത്തെ കൂട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ ഉണ്ടാക്കിയ ഒരു ചട്ടകം, മരത്തിൻ്റെ ചട്ടകം. നമ്മുടെ അമ്മയാണ് പടുകൂട്ടാനായിട്ടുള്ള പടവെട്ട് കണ്ടങ്ങൾ.
ചായ. പിന്നെ കൂട്ടാൻ ടൈമില്ല. ഇത് കഴിക്കട്ടെ, നമുക്കങ്ങനെ മറ്റു ദിവസം കാണാം. ബൈ ബൈ. അങ്ങനെ നമ്മുടെ കുഞ്ഞൂസ് ടിപ്സിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞൊരു ബൈ ബൈ.